നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസമൊക്കെ നമ്മളെ ഏറെ വേദനിപ്പിച്ച ഒരു വാർത്തയാണ് പാലക്കാട് ചിറ്റൂരിൽ കുളത്തിൽ മരിച്ച നിലയിൽ 6 വയസ്സുകാരനെ കണ്ടെത്തിയ സംഭവം. സുഹാന്റെ മൃതദേഹം കഴിഞ്ഞ ദിവസം ഖബറടക്കി. സുഹാന്റേത് മുങ്ങി മരണമെന്നാണ് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. കുട്ടിയുടെ മരണത്തിൽ ദുരൂഹതയുണ്ട് എന്നും അന്വേഷണം വേണമെന്നുള്ള ആവശ്യം നാട്ടുകാർ ഉന്നയിച്ചിരുന്നു. കാണാതായി 21 മണിക്കൂറിന് ശേഷമായിരുന്നു സുഹാന്റെ മൃതദേഹം വീട്ടിൽ നിന്നും 1/2 കിലോമീറ്റർ മാറിയുള്ള കുളത്തിൽ കണ്ടെത്തിയത്. കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക്, അതായത് ശനിയാഴ്ച ഉച്ചയ്ക്ക് 12 മണിയോടെ സഹോദരനുമായി പിണങ്ങിയ സുഹാനെ വീട്ടിൽ നിന്നും കാണാതായി. നറുചിരിയുമായി സുഹാൻ എവിടെയെങ്കിലും മറഞ്ഞിരിക്കുമെന്ന പ്രതീക്ഷയിൽ വീടിന് സമീപത്തെ പാടം, ആളൊഴിഞ്ഞ കെട്ടിടം, മാത്രമല്ല മറ്റു പലയിടങ്ങളിലും പലവട്ടം തിരഞ്ഞു. പക്ഷേ ആർക്കും കുട്ടിയെ കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. അഗ്നിരക്ഷാസേനയും പോലീസും നാട്ടുകാരും നടത്തിയ തിരച്ചിലിനൊടുവിലാണ് സുഹാന്റെ മൃതദേഹം ഈ ഒരു കുളത്തിൽ നിന്നും കണ്ടെത്തിയത്. വീട്ടിൽ നിന്നും 800 മീറ്ററോളം മാറിയുള്ള കുളത്തിന്റെ മധ്യഭാഗത്തായി കുഞ്ഞിന്റെ മൃതദേഹം കമിഴ്ന്നു കിടക്കുന്നത് നാട്ടുകാരാണ് ആദ്യം കണ്ടത്. അഗ്നിരക്ഷാസേനയെത്തി മൃതദേഹം പുറത്തെടുത്ത് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. വീട്ടിൽ നിന്നും ഇത്ര ദൂരം കുട്ടി എങ്ങനെ എത്തി എന്നതടക്കം കാര്യങ്ങൾ അന്വേഷണം വേണമെന്ന ആവശ്യമാണ് നാട്ടുകാർ ഇപ്പോൾ ഉന്നയിക്കുന്നത്. സുഹാന്റേത് മുങ്ങി മരണമാണെന്നും ശരീരത്തിൽ സംശയകരമായ മുറിവ്, അതുപോലെ തന്നെ ചതവ്, അത്തരത്തിലൊന്നും ഇല്ല എന്ന് തന്നെയാണ് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്. മുങ്ങി മരണമെന്ന് പറയുന്നു. പക്ഷേ കുട്ടി എങ്ങനെ ഇവിടെ എത്തി, അല്ലെങ്കിൽ 800 മീറ്റർ അകലെയുള്ള ഇവിടേക്ക് എങ്ങനെ കുട്ടി എത്തി, എങ്ങനെ ഇവിടേക്ക് വീണു എന്നടക്കമുള്ള ചോദ്യങ്ങളിലൊക്കെ ഉത്തരം കിട്ടേണ്ടതായിട്ടുണ്ട്. എന്തായാലും പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഈ കുട്ടിയുടെ ദേഹത്ത് മുറിവുകളോ ചതവുകളോ ഇല്ല, മറ്റ് അസ്വാഭാവികതകളൊന്നും മരണത്തിലില്ല, മുങ്ങി മരണമാണ്. എങ്കിലും എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വ്യക്തമായി അന്വേഷിക്കുമെന്ന് ചിറ്റൂർ പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. വിശദമായ അന്വേഷണം ഇക്കാര്യത്തിൽ ഉണ്ടാകുമെന്നും ചിറ്റൂർ പോലീസ് അറിയിച്ചു. മരണത്തിൽ ദുരൂഹതയില്ലെന്ന് സ്ഥലം MLA കൂടിയായ മന്ത്രി K കൃഷ്ണൻകുട്ടിയും പ്രതികരിക്കുകയുണ്ടായി. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം സുഹാൻ പഠിച്ച റോയൽ നഴ്സറി സ്കൂളിൽ പൊതുദർശനത്തിന് വയ്ക്കുകയുണ്ടായി. വളരെ വേദനാജനകമായ കാഴ്ചയാണ് എല്ലാവരും കണ്ടത്. ഹൃദയം നുറുങ്ങുന്ന കാഴ്ചകൾക്കാണ് കഴിഞ്ഞ ദിവസം അവിടെയും സാക്ഷിയായത്. സ്കൂൾ മുറ്റത്ത് അവസാനമായി ആ കുട്ടി എത്തി, അതായത് താൻ പഠിച്ച, അല്ലെങ്കിൽ താൻ ഓടി നടന്ന, ഒരു പൂമ്പാറ്റയെ പോലെ ഓടി നടന്ന ആ സ്കൂൾ മുറ്റത്തേക്ക് ചേതനയേറ്റ സുഹാന്റെ ശരീരം എത്തിയപ്പോൾ അധ്യാപകർക്കും അതുപോലെ തന്നെ സഹപാഠികൾക്കുമൊക്കെ അത് വലിയൊരു തീരാ നോവായി മാറുന്ന കാഴ്ചയാണ് കാണുവാൻ സാധിച്ചത്. സ്കൂൾ മുറ്റത്ത് അവസാനം എത്തിയ 6 വയസ്സുകാരന് അധ്യാപകരും സഹപാഠികളും കണ്ണീർ നിറഞ്ഞ യാത്രാമൊഴി നൽകി. പൊതുദർശനത്തിന് ശേഷം സുഹാൻ അവസാനമായി വീട്ടിലേക്ക് മടങ്ങുകയും ചെയ്തു. തുടർന്ന് മാട്ടുമന്ത ജുമാ മസ്ജിദ് ഖബർസ്ഥാനിലാണ് ഖബറടക്കിയത്. സുഹാന് വേണ്ടി നാടൊന്നാകെ തിരച്ചിൽ നടത്തുമ്പോൾ ഒട്ടേറെ തവണ നഗരസഭയുടെ വലിയ കുളത്തിന് സമീപത്തുകൂടി ആളുകൾ പോയിരുന്നു. പക്ഷെ അപ്പോഴൊന്നും ആർക്കും അതൊരു അസ്വാഭാവികത പോലും തോന്നിയില്ല, അല്ലെങ്കിൽ അവിടെ ആ കുട്ടിയുണ്ട് എന്നൊരു തരത്തിലുള്ള യാതൊരു സൂചനകളും കിട്ടിയിരുന്നില്ല. ശനിയാഴ്ച ഉച്ചയ്ക്ക് 12 മണി മുതൽ തുടങ്ങിയ തിരച്ചിൽ നീണ്ട 21 മണിക്കൂറോളം തിരച്ചിൽ നടത്തിയിട്ടും ഈ കുളം, അല്ലെങ്കിൽ ഈ കുളത്തിലേക്ക് ആളുകൾ പോയില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. 21 മണിക്കൂർ പൂർത്തിയാക്കിയപ്പോഴാണ് നാട്ടുകാർ കുളിക്കാനും തുണി അലക്കാനും ഉപയോഗിക്കുന്ന കുളത്തിന്റെ മധ്യഭാഗത്തായി കുഞ്ഞു സുഹാന്റെ മൃതദേഹം കണ്ടെത്തിയത്. സുഹാന് വേണ്ടി പ്രദേശത്തെ കുളങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു തുടക്കം മുതൽ പരിശോധന നടത്തിയത്. ശനിയാഴ്ച ഡോഗ് സ്ക്വാഡ് സമീപത്തെ മറ്റൊരു കുളത്തിന്റെ വരമ്പ് വരെ മണം പിടിച്ചു ചെന്നതാണ്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കുളങ്ങൾ കേന്ദ്രീകരിച്ച് പരിശോധിക്കുക എന്ന തീരുമാനത്തിലേക്ക് അന്വേഷണ സംഘം എത്തിയത്. വീടിന് സമീപത്തായി 5ഓളം ആമ്പൽ കുളങ്ങൾ ഉണ്ടായിരുന്നു. ആമ്പൽ കുളങ്ങൾ കേന്ദ്രീകരിച്ച് പരിശോധന നടത്തി. പക്ഷെ അപ്പോഴൊന്നും മൃതദേഹം കണ്ടെത്തിയ കുളം പരിശോധിച്ചില്ല എന്നതും ആ ഒരു കുളം എന്തുകൊണ്ട് ഒഴിവാക്കപ്പെട്ടു എന്നതും ഒരു ചോദ്യമാണ്. ഇതിനൊട്ടേറെ കാരണങ്ങളുണ്ട്. കാരണം ഇവിടേക്ക് പോലീസ് നായ എത്തിയില്ല. അപ്പോൾ വലിയൊരു ദുരൂഹത അവിടെ തന്നെ നിൽക്കുകയാണ്. നമുക്കറിയാം, പോലീസ് നായയുടെ ഒരു അന്വേഷണ ശൈലി, അതായത് വീട്ടിൽ നിന്ന് കുട്ടി ഇറങ്ങിപ്പോയതാണ്. അപ്പോൾ വീട്ടിൽ നിന്നും കുട്ടി പോയ റൂട്ടിലേക്കാണ് നായ മണം പിടിച്ച് എത്തുക. പക്ഷേ ഈ കുളത്തിലേക്ക് നായ മണം പിടിച്ച് എത്തിയില്ല. അതുകൊണ്ട് തന്നെ ആ കുളത്തിലേക്ക് അന്വേഷണം നീണ്ടില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. അവിടെ വലിയൊരു ദുരൂഹത നിൽക്കുന്നുണ്ട്. ഇനി എന്താണ് സംഭവിച്ചത്, ഇതിൻ്റെ ഇടയിൽ എന്തെങ്കിലും സംഭവിച്ചോ എന്നടക്കമുള്ള ചോദ്യങ്ങൾ ശക്തമാണ്. ഇവിടേക്ക് പോലീസ് നായ എത്തിയില്ല എന്നതും വീടിന് 700 മീറ്റർ അകലെയുള്ള കുളത്തിലേക്ക് കുട്ടി നടന്നെത്താൻ സാധ്യതയില്ല എന്നതും രക്ഷാപ്രവർത്തനം നടത്തിയവർ കരുതി. ആ ഒരു നിഗമനം പക്ഷേ തെറ്റായി പോയി എന്ന് പിന്നീട് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതേസമയം റോഡിനും കുളത്തിനും ഇടയിലായി കനാലുണ്ട്. അതുകൊണ്ട് തന്നെ നടന്നു പോകുന്ന കുഞ്ഞ് അബദ്ധത്തിൽ കുളത്തിൽ വീഴാനുള്ള സാധ്യതയില്ല എന്നാണ് സംഭവത്തിൽ നാട്ടുകാരൊക്കെ വിശദമാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതിൽ ദുരൂഹതയുണ്ട് എന്ന ഒരു
കാര്യം ഉയർന്നു വന്നത്. സംഭവത്തിൽ അന്വേഷണം നടത്തണമെന്ന ആവശ്യവും നാട്ടുകാർ ഉന്നയിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ കുട്ടി വീട്ടിൽ നിന്ന് സഹോദരനോടൊപ്പം പിണങ്ങി ഇറങ്ങിയതാണ്. അപ്പോൾ കുളത്തിൽ വീഴാനുള്ള യാതൊരു സാധ്യതകളുമില്ല. മാത്രമല്ല മണം പിടിച്ച് നായ അവിടേക്ക് എത്തിയിട്ടുമില്ല. അതിനിടയിൽ എന്താണ് സംഭവിച്ചത് എന്ന ചോദ്യത്തിനാണ് ഇനി ഉത്തരം കിട്ടേണ്ടത്. വളരെ ദുരൂഹമായ സംഭവം, വളരെ കൃത്യമായ അന്വേഷണം ഉണ്ടാകും. തീർച്ചയായിട്ടും എന്താണ് ഇതിനിടയിൽ സംഭവിച്ചത്? കുഞ്ഞു സുഹാനെ അപായപ്പെടുത്തിയതാണോ, അപകടം സംഭവിച്ചതാണോ? ഈ ചോദ്യത്തിന് ഉത്തരം കിട്ടേണ്ടതായിട്ടുണ്ട്. എന്തായാലും വ്യക്തത വരുത്തേണ്ടതായിട്ടുണ്ട്. TV കാണുന്നതിനിടെ സഹോദരനുമായി പിണങ്ങിയാണ് സുഹാൻ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയത്. ഇടയ്ക്ക് പിണങ്ങുമ്പോൾ ഇങ്ങനെ നടക്കാറുള്ളതും അല്പസമയത്തിനുള്ളിൽ തിരികെ വരുന്ന പതിവും സുഹാൻ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം സുഹാൻ പിണക്കം മാറ്റാതെ മടങ്ങുകയായിരുന്നു. സുഹാന്റെ പിതാവ് മുഹമ്മദ് അനസ് വിദേശത്താണ്. സ്വകാര്യ സ്കൂളിലെ അധ്യാപികയായ മാതാവ് തൗഹിദ കുട്ടിയെ കാണാതാകുമ്പോൾ പാലക്കാട്ടേക്ക് പോയിരിക്കുകയായിരുന്നു. തീർച്ചയായിട്ടും അമ്മയ്ക്കും പിതാവിനും ഒക്കെ വലിയ തീരാ ദുഃഖമായി, അല്ലെങ്കിൽ സഹിക്കാൻ പറ്റാത്ത ദുഃഖമായി ഇത് മാറിയിരിക്കുകയാണ് കുഞ്ഞു സുഹാന്റെ വിയോഗം. ഈ മാതാവ് അടുത്തില്ലായിരുന്നു ഈ അപകടം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ നടക്കുമ്പോൾ. എന്തായാലും കാത്തിരിപ്പുകളൊക്കെ കണ്ണീരിലാഴ്ത്തി 6 വയസ്സുകാരൻ്റെ വിയോഗം വീട്ടുകാരെയും അതുപോലെ ഒരുപോലെ നാട്ടുകാരെയും, പ്രത്യേകിച്ച് കേരളം ഒന്നാകെ. നമുക്കറിയാം, കുട്ടിയെ കാണാതായ സമയം മുതൽ തന്നെ നമ്മളത് വാർത്തകളിലൂടെ അറിഞ്ഞിരുന്നു. കുട്ടിയെ കണ്ടെത്തണേ എന്ന പ്രാർത്ഥന പലർക്കും ഉണ്ടായിരുന്നു. പക്ഷേ അതൊരു വിഫലമായി പോയി ആ പ്രാർത്ഥനകൾ എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. കാത്തിരിപ്പിനെ കണ്ണീരിലാഴ്ത്തിയാണ് 6 വയസ്സുകാരൻ്റെ വിയോഗം കഴിഞ്ഞ ദിവസം രാവിലെ നമ്മൾ അറിയുന്നത്. ചിറ്റൂർ അമ്പാട്ടുപാളയം എരുമങ്കോട്ടെ സുഹാന്റെ മരണ വാർത്ത അത് ഒന്നടങ്കം ഒരു നാടിനെ മാത്രമല്ല കേരളത്തെ ഒന്നാകെ നടുക്കിയിരിക്കുകയാണ്. ഞായറാഴ്ച രാവിലെ 9 മണിയോടെയാണ് കുട്ടിയുടെ മൃതദേഹം ചിറ്റൂർ നഗരസഭാ കാര്യാലയത്തിന് പുറകിലെ പൊതുകുളത്തിൽ നിന്നും കണ്ടെത്തിയത്. ശനിയാഴ്ച ഉച്ചയോടെയാണ് കുട്ടിയെ കാണാതായത്. തുടർന്ന് വീട്ടുകാരും നാട്ടുകാരും പോലീസും നാട് നീളെ കാടടച്ച് അന്വേഷണം നടത്തിയതാണ്. പക്ഷേ കുട്ടിയുടെ മൃതദേഹം കണ്ടെത്താനേ സാധിച്ചുള്ളൂ. വീടിന് സമീപം CCTV ക്യാമറകളില്ലായിരുന്നു. ഇത് വലിയ രീതിയിലുള്ള അന്വേഷണത്തിനൊക്കെ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ട് സൃഷ്ടിച്ചു. CCTV ദൃശ്യങ്ങൾ അന്വേഷണത്തിൽ എത്രമാത്രം പ്രാധാന്യം അർഹിക്കുന്നുണ്ട് എന്നത് നമുക്കറിയാവുന്നതാണ്. ഓരോ സംഭവങ്ങൾ ഉണ്ടാകുമ്പോഴും CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തി ഒരു വ്യക്തതയിലേക്ക് അല്ലെങ്കിൽ ഉത്തരത്തിലേക്ക് എത്താൻ കഴിയാറുണ്ട്. പക്ഷേ ഈ വീടിന് സമീപത്ത് CCTV ക്യാമറകളൊന്നും ഇല്ലായിരുന്നു. അത് വലിയ രീതിയിലുള്ള ഒരു വെല്ലുവിളിയാക്കി അന്വേഷണത്തെ മാറ്റി. രാത്രിയിലും പരിശോധന നടത്തിയതാണ്. പ്രദേശത്ത് എവിടെയെങ്കിലും തളർന്നുറങ്ങിയിട്ടുണ്ടാകാമെന്നും അമ്മയുടെ ശബ്ദം തിരിച്ചറിഞ്ഞ് എത്തുമെന്നും ഒക്കെ കരുതി ഉമ്മ തൗഹിദയും പരിശോധിക്കാൻ വേണ്ടി കൂടിയിരുന്നു. പക്ഷേ വളരെ സങ്കടകരമായി പോയി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ജില്ലാ അതിർത്തിയിൽ ഉൾപ്പെടെ വാഹന പരിശോധന അടക്കം നടത്തി. കാരണം നമുക്കറിയാം, ഒരു കുട്ടി കാണാതാകുമ്പോൾ അതിനെ തട്ടിക്കൊണ്ടുപോയതാണോ എന്നടക്കമുള്ള ചോദ്യങ്ങളൊക്കെ ഉയരും. ഇത് സംബന്ധിച്ച് ജില്ലാ അതിർത്തിയിൽ ഉൾപ്പെടെ വാഹന പരിശോധനകൾ, കുട്ടി ആരെങ്കിലും തട്ടിയെടുത്തതാണോ എന്നറിയാനുള്ള അന്വേഷണമൊക്കെ ഊർജിതമാക്കിയതായിരുന്നു. പക്ഷേ ഇതിനോടകം കുട്ടിയെ കാണാനില്ലെന്ന് അറിയിച്ചുകൊണ്ടുള്ള സന്ദേശം സമൂഹ മാധ്യമങ്ങൾ അടക്കം വ്യാപിക്കുകയും ചെയ്തു. ആരെങ്കിലും കാണുകയാണെങ്കിൽ, എവിടെയെങ്കിലും ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ ആ കുട്ടിയെ അവരുടെ അടുക്കിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തിയതാണ്. ശ്രമങ്ങളെല്ലാം നടത്തി. പക്ഷെ എല്ലാ ശ്രമങ്ങളും പാഴായിപ്പോയി. കുട്ടിയെ കണ്ടെത്താനാകുമെന്ന് ഉറപ്പിലായിരുന്നു വീട്ടുകാരും നാട്ടുകാരും. വലിയൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷെ പ്രതീക്ഷയൊക്കെ തകിടം മറിച്ച് പ്രതീക്ഷയൊക്കെ അസ്ഥാനത്താക്കിയാണ് കഴിഞ്ഞ ദിവസം രാവിലെയോടെ ആ ദുരന്ത വാർത്ത എത്തിയത്. രാവിലെ കുളിക്കാൻ എത്തിയവരാണ് മൃതദേഹം കണ്ടത്. തുടർന്ന് ഇൻക്വസ്റ്റ് നടപടി പൂർത്തിയാക്കി പാലക്കാട് ജില്ലാ ആശുപത്രിയിലെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് മൃതദേഹം വിട്ടുകൊടുത്തു. വിവരമറിഞ്ഞ് രാവിലെയോടെ ഉപ്പ അനസും സ്ഥലത്തെത്തി. 6 മാസം മുമ്പായിരുന്നു ജോലിക്കായി സൗദിയിലേക്ക് അനസ് പോയത്. പൊന്നോമനെ അവസാനമായി ഒരു നോക്ക് കാണാൻ ആശുപത്രി പരിസരത്ത് പൊതുദർശനത്തിന് വെച്ച അമ്പാട്ടുപാളയം റോയൽ ഇന്ത്യൻ നഴ്സറി സ്കൂളിലും എരുമങ്കോട്ടെ വീട്ടിലും 100 കണക്കിന് ആളുകളാണ് എത്തിയത്. മന്ത്രി K കൃഷ്ണൻകുട്ടി, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ MP ധന്യ, T മകേഷ്, DYFI ജില്ലാ പ്രസിഡന്റ് R ജയദേവൻ തുടങ്ങിയവർ അന്തിമ ഉപചാരം അർപ്പിച്ചു. നല്ലേപ്പള്ളി സ്വദേശികളായ കുടുംബം വർഷങ്ങളായി എരുമങ്കോട്ടെ വീട്ടിൽ വാടകയ്ക്കാണ് താമസം. ഉമ്മ തൗഹീദ സ്വകാര്യ സ്കൂളിൽ അധ്യാപികയാണ്. സഹോദരൻ റയാൻ. തത്തമംഗലം മുനിസിപ്പൽ ചെയർപേഴ്സൺ സുമേഷ് അച്യുതനാണ് കുട്ടിയുടെ മരണത്തിൽ സംശയം പ്രകടിപ്പിച്ചത്. വീട്ടിൽ നിന്ന് ഏകദേശം 600 മീറ്റർ അകലെയാണ് കുളം സ്ഥിതി ചെയ്യുന്നത്. കുട്ടി അബദ്ധത്തിൽ കുളത്തിൽ വീണതാണെന്ന് താൻ കരുതുന്നില്ല. കുളം റോഡിന്റെ അടുത്തല്ല, ഒരു കനാൽ റോഡിനെയും കുളത്തെയും വേർതിരിക്കുന്നുണ്ട്. റോഡിലൂടെ നടക്കുന്ന ഒരാൾ കുളത്തിൽ വീഴില്ല. വിശദമായ അന്വേഷണം നടത്തണം. കുട്ടി ഇത്രയും ദൂരം ഒറ്റയ്ക്ക് നടക്കില്ല എന്നും അദ്ദേഹം പറഞ്ഞു. എന്തായാലും ഈ ഒരു കുട്ടിയുടെ അപകടത്തിലേക്ക് നയിക്കപ്പെട്ട സംഭവം നമുക്കറിയാം. കഴിഞ്ഞ ദിവസം നമ്മൾ അറിഞ്ഞതാണ്. ഒരു TV പരിപാടി ഒരുമിച്ച് കാണുന്നതിനിടെ താനുമായി പിണങ്ങിപ്പോയതിനെ തുടർന്നാണ് സുഹാൻ വീട് വിട്ടതെന്ന് സഹോദരൻ റയാൻ പറഞ്ഞിരുന്നു. സുഹാൻ ഉടൻ തിരിച്ചെത്തുമെന്ന് കരുതി താൻ അവനെ പിന്തുടർന്നില്ല എന്നാണ് റയാൻ പ്രതികരിച്ചത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.